ബിഗ് ടിവി ബ്രേക്കിംഗ് നൗ. കാലിക്കറ്റ് സർവകലാശാല പ്രോ VC നിയമനം വിവാദത്തിൽ. 2010 UGC ചട്ടം അനുസരിച്ച് സർവകലാശാല പ്രൊഫസറായിരിക്കണം പ്രോ വൈസ് ചാൻസലർ. എന്നാൽ കോളേജ് അധ്യാപകൻ മാത്രമായ ലീഗ് അധ്യാപക സംഘടനാ നേതാവ് ഡോക്ടർ റഷീദ് അഹമ്മദിനെയാണ് സർവകലാശാലയിൽ പ്രോ VC ആക്കിയത്. ഡോക്ടർ റഷീദ് അഹമ്മദിന്റെ നിയമനത്തിനെതിരെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലറെ സമീപിക്കും. സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിൻ്റെയും UGC റെഗുലേഷൻ്റെയും നഗ്നമായ ലംഘനം നടത്തിക്കൊണ്ടാണ് പ്രോ വൈസ് ചാൻസലറുടെ നിയമനം ഇന്നലെ സിൻഡിക്കേറ്റിൽ തീരുമാനമാക്കിയിട്ടുള്ളത്. സർവകലാശാല ചട്ടങ്ങൾക്കും UGC റെഗുലേഷനും വിരുദ്ധമാണ് എന്ന് പറയാൻ കാരണം 2010 UGC റെഗുലേഷൻ വളരെ കൃത്യമായി PVCയുടെ യോഗ്യതയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. PVC ആവേണ്ടത് സർവകലാശാലയിലെ ഒരു ഫുൾ ടൈം പ്രൊഫസർ ആയിരിക്കണം എന്ന മാനദണ്ഡം നിലനിൽക്കെയാണ് ഒരു അഫിലിയേറ്റഡ് കോളേജിൽ നിന്നുള്ള ഒരു അധ്യാപകനെ ഒരു സിൻഡിക്കേറ്റ് അംഗത്തെ PVC ആയി നിയമിച്ചിട്ടുള്ളത്. സാനിയ മനോമി നമുക്കൊപ്പം ചേരുന്നു. വീണ്ടും സാനിയ മനോമി, സുപ്രഭാതം. യോഗ്യത എന്ന് പറയുമ്പോൾ അതിൽ സംഘടനാ പിന്തുണയും ഒരു യോഗ്യതാ മാനദണ്ഡമാക്കി മാറ്റിയതാണോ? ഇങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഇക്കാര്യത്തിൽ നടപടി പ്രതീക്ഷിക്കാം? സുപ്രഭാതം സുജയ പാർവതി. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ ഏതായാലും ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലറെ കാണാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് 2010 UGC സ്റ്റാറ്റ്യൂട്ട് UGC റെഗുലേഷൻ അനുസരിച്ച് PVC ആവണമെങ്കിൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിരിക്കണം. പക്ഷേ ഇപ്പോൾ PVC ആയ ഡോക്ടർ റഷീദ് അഹമ്മദ് കോളേജ് അധ്യാപകൻ മാത്രമാണ് എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് 2018 ഈ റെഗുലേഷൻ മാറ്റിയിട്ടുണ്ട്. അതായത് അതിൽ പറഞ്ഞിരിക്കുന്നത് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാമെന്നുള്ള തരത്തിലാണ് എന്നാണ്. പക്ഷേ ഇടതുപക്ഷ അംഗങ്ങൾ പറയുന്നത് അത് നോമിനേഷനുള്ള രീതി മാത്രമാണ്. 2018 യോഗ്യത എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 2010 യോഗ്യത നിലനിൽക്കുമെന്നും അത് വെച്ചിട്ടാണ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് പ്രകാരം 2010 യോഗ്യതയാണ് ഇപ്പോഴും വേണ്ടത് എന്നാണ് ഇടതുപക്ഷ അംഗങ്ങളുടെ ഒരു വാദം. സ്വാഭാവികമായും ഏത് വാദം നിലനിൽക്കുമെന്നുള്ളത് കോടതിയോ അല്ലെങ്കിൽ ചാൻസലറോ ആരെങ്കിലും തീരുമാനിക്കേണ്ടതാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ചാൻസലറെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ ഇടതുപക്ഷാംഗങ്ങൾ പറയുന്നത്. ഓക്കെ, സാനിയ മനോമിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഡോക്ടർ റഷീദ് അഹമ്മദിന്റെ നിയമനമാണ് വിവാദത്തിൽ വന്നിരിക്കുന്നത്. മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് പാർട്ടി ഇടപെടൽ ഉണ്ടായോ ഈ നിയമനത്തിൽ? അതാരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല. Big TV, without fear or favor.